വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കാം. ശേഷം ഒരു ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ 2 ഏലക്കായ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് ഇഞ്ചിയാണ്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്. അതുപോലെ തന്നെ 1/4 കപ്പ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരു മീഡിയം തീ തന്നെ ഇട്ടാൽ മതി. ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. സവാള ഒരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ ജ്യൂസ് ചേർക്കണം. ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ജ്യൂസ് അടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് ഈ തക്കാളിയുടെ ജ്യൂസ് ഒരു എണ്ണ തെളിയുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് തന്നെ മതി മീഡിയം തീയിൽ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് ഞാൻ 200 ഗ്രാം മഷ്റൂം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മഷ്റൂം ഞാനിത് 4ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്ന് വേവട്ടെ. മഷ്റൂം എന്നൊക്കെ പറയുമ്പം ആവശ്യത്തിന് വേവുള്ളതാണ്. അപ്പോൾ മൺചട്ടിയിലും കൂടെ ആകുമ്പം കുറച്ചും കൂടെ വെള്ളം അധികം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മഷ്റൂം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇലകൾ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ കുറച്ചൊന്ന് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂൺ മസാല ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. Thanks for watching Easy Tips Kitchen.